ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റെസ്പെക്റ്റഡ് ജഡ്ജസ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് അസ്മാബി പലേക്കോടൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ ഒരായത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഖമർ അത് മക്കയിലാണ് അവതരണമെന്നും പിന്നെ 55 ആയത്തുകളാണ് ടോട്ടൽ ഉള്ളതെന്നും 55 ആയത്തുകളും റാ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെന്നും നമുക്കറിയാം. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ 5 സമുദായങ്ങളെ കുറിച്ച് സൂറത്തുൽ ഖമറിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അമാനുഷിക ദൃഷ്ടാന്തമാണെന്നും അത് മനുഷ്യരാശിക്ക് സന്മാർഗത്തിലേക്കുള്ള വഴിയാണെന്നും മനുഷ്യർക്ക് മരണാനന്തര ജീവിതമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിൽ രക്ഷയും ശിക്ഷയുമുണ്ടെന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ ആയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, അതായത് ആലോചിക്കുന്നവർക്കും ഗ്രഹിക്കാൻ സന്നദ്ധരാകുന്നവർക്കും അള്ളാഹു ഖുർആനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു 4 തവണ പറയുകയും, എന്നാൽ ഫഹൽ മിൻ മുദ്ദക്കിർ അത് അള്ളാഹു 6 തവണ ചോദിക്കുകയാണ്. കാരണം ആരെങ്കിലും ഉണ്ടോ ഇത് ഉൾക്കൊണ്ട് ഈ ഖുർആനെ പഠിക്കാൻ, ഇത് പരിചിന്തനം നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു 6 തവണ ചോദിക്കുകയാണ്. അങ്ങനെ ഈ ഖുർആന്റെ സന്മാർഗത്തെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങളൊക്കെ ആർക്കും ഗ്രഹിക്കാം എന്നുള്ള ഒരു എളുപ്പമാണ് എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം കൂടി ഈ ആയത്തിലുണ്ട്. ഇതാണ് ഈ ആയത്തിന്റെ ആകെത്തുക. പിന്നെ എളുപ്പമാക്കി എന്നുള്ള പ്രയോഗത്തെ, അതായത് വളച്ചൊടിച്ചുകൊണ്ട് പിന്നെ ആർക്കും ഖുർആൻ പെട്ടെന്ന് പഠിക്കാമെന്നും പ്രത്യേകിച്ചൊരു ജ്ഞാനമൊന്നും അതിന് വേണ്ട എന്നും ആർക്കും എപ്പോഴും രൂപപ്പെടുത്താമെന്നുമൊക്കെ പ്രവാചക ചര്യകളെയും കർമ്മശാസ്ത്ര വിധികളെയും ഒക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ അവരെ വഴികേടിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ ഇതിന് നമ്മൾ സന്ദർഭവും പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ എന്താ അറിയാം നമുക്ക് മനസ്സിലാവുന്നത്, പരിശുദ്ധ ഖുർആന്റെ ഇതൊക്കെ നമ്മൾ പരിശോധിക്കും, നമുക്കൊരു വ്യത്യസ്തമായ ഒരു ആശയമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ 17ാമത്തെ ആയത്തിന്റെ മുന്നോടിയായി വന്ന ആയത്തിൽ നൂഹ് സമുദായത്തെയും 22ാമത്തെ ആയത്തിന് മുന്നോടിയായി വന്ന ആയത്തിൽ ആദ് സമുദായത്തെയും പിന്നെ 32ാമത്തെ ആയത്തിന്റെ മുന്നോടിയായി വന്ന ആയത്തിൽ സമൂദ് ഗോത്രത്തെയും 40ാമത്തെ ആയത്തിന് മുന്നോടിയായി വന്ന ആയത്തിൽ ലൂത്ത് നബിയുടെ സമുദായത്തെയും പിന്നീട് ഫിർഔനെയും കൂട്ടരെയും പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ധിക്കാരികളായ ജനതക്ക് അള്ളാഹു കഠിനമായ ശിക്ഷയാണ് കൊടുക്കാറ്. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. അദാബുൻ അലീം. ഒരു കൂട്ടരെ ശിക്ഷിച്ച് നന്നാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമല്ലേ പരിശുദ്ധ ഖുർആൻ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതാണല്ലോ അതിലെ സത്യം. ഖുർആനിന്റെ അവതരണവും അതിലെ താക്കീതുകളും വാഗ്ദാനങ്ങളും പിന്നെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നമുക്ക് നന്മയിലേക്കുള്ള പാതയാണ്. ഒരനുഭവം പറഞ്ഞിരുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരനുഭവം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 13ാമത്തെ ആയത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ളത്. പക്ഷെ അത് അത് ആവൂല. 12 to 16 വരെ വരുമ്പോഴേ അത് ഫുൾ എക്സ്പ്ലനേഷൻ ഫുള്ളാവുന്ന എനിക്കറിയാം. പക്ഷേ സുമ്മ ഖലഖിനൻ നുത്ഫത അലഖതൻ വഖലഖിനൽ അലഖത മുദ്ഗതൻ വഖലഖിനൽ മുദ്ഗത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹ്മൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു എത്ര പരിശുദ്ധമായിട്ടാണ്, എത്ര പവിത്രമായിട്ടാണ് നമ്മളെ പടച്ചു വിട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു മൈന്യൂട്ട് പോയിന്റ് കുറയുകയോ കൂടുകയോ ചെയ്താൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. അൽഹംദുലില്ലാ അൽഫൈൻ ശുക്ർ അള്ളാഹുവിന്. ഒരു ഹദീസ് പറയുന്നത്, ഞാൻ ഒരു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ സമാധാനം വർഷിക്കും, കാരുണ്യം നമ്മെ പൊതിയും, പിന്നെ മലക്കുകൾ നമ്മെ വലയം ചെയ്യും, പിന്നെ അള്ളാഹു മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് പറയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മുടെ ഈ പരിശുദ്ധ ഖുർആനെ
ആരുണ്ട് എന്ന് ചോദ്യത്തിന് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസാ വാചാ കർമ്മണ നാം തയ്യാറാകണം. പിന്നെ പരിശുദ്ധ ഖുർആനെ ആഴത്തിൽ മുങ്ങിത്തപ്പി നമുക്കതിലത്തെ എന്താ പറയാ മുത്തും പവിഴവും വരാൻ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പിന്നെ ഇപ്പൊ എന്താ പറയണമെന്നറിയോ, പരിശുദ്ധ ഖുർആന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ആസ്വദിച്ച് പഠിക്കാൻ റബ്ബ് എല്ലാവരെയും തുണക്കട്ടെ. ആമീൻ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.